ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ CISD എന്ന് പറയും, അഥവാ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നടക്കുന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. നമ്മളൊരു ICT നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നടന്ന ഒരു ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു മൂവിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, കാര്യം CISD എന്ന് പറയുന്ന ഈ ഒരു പാറ്റേൺ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ അധികം സ്റ്റോപ്പ് ലോസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സിമ്പിൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു CISD പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഇന്ന കാര്യം കൊണ്ടാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. ഓക്കെ, അതാണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. കാര്യം നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് എന്തുകൊണ്ട് ഹിറ്റായി എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത്. എന്നാലും നമുക്ക് ആ ഒരു ലോസ് നമുക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നെക്സ്റ്റ് എടുക്കുന്ന ട്രേഡിൽ അങ്ങനെയുള്ള കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് CISD എന്താണെന്നും അതുപോലെ തന്നെ CISD പാറ്റേൺ എവിടെ എങ്ങനെയെല്ലാം സംഭവിക്കാം, ഓക്കെ, എങ്ങനെ CISD വെച്ചിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുള്ളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു CISD ഓക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് ഒരു CISD എന്നറിയണം. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്താണ് എന്നറിയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്കിത് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ബൈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഒരു ഹയർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ്. ഇത് ജസ്റ്റ് നമ്മൾ എന്താണ് CISD എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഒരു മൂവ്മെൻ്റൊക്കെ നടത്തി വന്നതിന് ശേഷം ഒരു പ്രൈസ് റേഞ്ചിൽ, അപ്പോൾ അത് ഏതൊക്കെ പ്രൈസ് റേഞ്ച് ആവാം എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ നിന്നേ നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് CISDയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു സ്ട്രോങ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 3 ക്യാൻഡിൽസാണ്, അതും ഒരു 3 ഗ്രീൻ ക്യാൻഡിൽസ് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയേക്കുന്നത്. ഓക്കെ, അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്തേക്കുന്നത്. ദെൻ അതിനുശേഷം അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസുകൾ. അപ്പോൾ അറിയാണ്ട് ട്രേഡ് എടുക്കുന്നവരെ സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ ഹിറ്റാവുന്ന പരിപാടികളാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ബൈ സൈഡിലോട്ട് ഒരു സ്ട്രോങ് ആയിട്ട് മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഇട്ടുണ്ട്, ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാട്ടി സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസും അടിക്കാം. ഓക്കെ, ബൈ സൈഡിലോട്ട് മാർക്കറ്റ് അത്ര സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ട് എന്തുകൊണ്ട് മാർക്കറ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് താഴോട്ടിറങ്ങി വന്നു എന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിനി നെക്സ്റ്റ് എൻട്രി എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് താഴോട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് തുടങ്ങിയ ആ ഒരു ഒറിജിൻ പോയിൻ്റ്, ആ ഒരു പോയിൻറ്റിന് നമ്മൾ ഇവിടെ ഒറിജിൻ എന്ന് പറയും. ഓക്കെ, അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ സൈഡ് ഡെലിവറി ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽസിനെ മാർക്കറ്റ് ഈ ഒരു ഒറിജിൻ പോയിൻറ്റിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, അവിടെ ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, മാർക്കറ്റ് ഇവിടെ സ്ട്രക്ചറിനെ അല്ല മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്ട്രോങ് ആയിട്ട് ബൈ നടന്നിട്ടുള്ള ഈ ഒരു ഒറിജിൻ പോയിൻറ്റിനെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്.
ദെൻ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ എന്താവും, ഇതൊരു ഫേക്ക് ഔട്ടാണ്. ഓക്കെ, അതായത് ഇതൊരു ഫേക്ക് ഔട്ടാണ്, മാർക്കറ്റ് താഴോട്ടാണ് ഇറങ്ങി പോയേക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് നേരെ മറിച്ച് മാർക്കറ്റ് ഈ ഒരു ഒറിജിൻ പോയിന്റിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രോങ് ബൈ നടന്ന ഈ ഒരു ഒറിജിൻ പോയിന്റിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊരു ഫേക്ക് ഔട്ട് അല്ല. ഓക്കെ, അതായത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിയറിഷ് മൂവ്മെൻറ്റുമാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇത് നമ്മളൊരു ബൈ സൈഡിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ഒരു ബൈ സൈഡ് മൊമെൻറ്റത്തിൽ നിന്ന് ഒരു സെൽ സൈഡ് മൂവ്മെൻറ്റത്തിലോട്ട് നല്ല രീതിയിൽ പോയേക്കുന്ന കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, ഇനി സെൽ സൈഡിൽ തുടങ്ങി മാർക്കറ്റ് എങ്ങനെ ബൈ സൈഡിലോട്ട് പോകാമെന്നുള്ള കാര്യം നമ്മളറിയണം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, ലിക്വിഡിറ്റി എടുത്തു. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ, ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ തന്നിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ക്യാൻഡിലിനെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ, ഓക്കെ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ ക്യാൻഡിൽസിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തതുപോലെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എന്തിനാണ് ബ്രേക്ക് ചെയ്തത്? ഈ ഒരു സ്ട്രോങ് മൊമെൻറ്റം തുടങ്ങിയ ഏരിയ. ഓക്കെ, ഈ ഒരു സ്ട്രോങ് മൊമെൻറ്റം തുടങ്ങിയ ഈ ഒരു ഏരിയയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താലോ ഇതൊരു സപ്ലൈ ഏരിയയാണ്. ഓക്കെ, സപ്ലൈ ഉള്ള ഒരു ഏരിയയാണ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിലോ ഇതൊരു ഡിമാൻഡ് ആയിട്ടുള്ള ഏരിയയാണ്. അതായത് ബൈ സൈഡിലോട്ട് സ്ട്രോങ് ആയിട്ട് മൊമെൻറ്റം തുടങ്ങിയ ഈ ഒരു ഡിമാൻഡ് ഏരിയ, ആ ഒരു ഏരിയ നമ്മൾ ഒറിജിനായിട്ട് എടുക്കുന്നു. ആ ഒരു ഏരിയയാണ് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് സെൽ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ ഈ ഒരു സെൽ സൈഡ്, സ്ട്രോങ് സെൽ സൈഡ് മൂവ്മെൻറ്റ് തുടങ്ങിയ ഈ ഒരു ഏരിയയാണ്, ഓക്കെ, ആ ഒരു സപ്ലൈ ഏരിയയാണ് മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം, ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതും നമുക്ക് എൻട്രി എവിടെ എടുക്കാം എന്നുള്ള കാര്യവും. ഓക്കെ, നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഒറിജിൻ ഏരിയ, അതായത് ഇപ്പോൾ ഈ സെൽ സൈഡ് മൊമെൻറ്റം സ്ട്രോങ് ആയിട്ട് തുടങ്ങി ഈ ഒരു ഒറിജിൻ ഏരിയയിലാണ് നമ്മൾ എൻട്രി. അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബൈ സൈഡ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഒറിജിൻ ഏരിയയിലാണ് നമ്മൾ സെൽ സൈഡ് എൻട്രി. ഓക്കെ, അപ്പം ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ഫസ്റ്റ് വൺ, റിജക്റ്റിംഗ് എ ഹയർ ടൈം ഫ്രെയിം. റിജക്റ്റിംഗ് എ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ. ഓക്കെ, ഈ ഇത്രയും കാര്യം, ഫസ്റ്റ് വൺ റിജക്ഷൻ, സെക്കൻഡ് വൺ ഹയർ ടൈം ഫ്രെയിം ആൻഡ് തേർഡ് വൺ കീ ലെവൽ. അപ്പോൾ ഈ 3 കാര്യവും നമ്മൾ നോക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഇവിടെ നമ്മൾ ടൈം ഫ്രെയിം നോക്കി ഒരു 4 hour ടൈം ഫ്രെയിമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താ, റിജക്ഷൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു റിജക്ഷൻ കാണാം. തേർഡ് വൺ എന്താ, ഒരു കീ ലെവൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം, കീ ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം, അതുപോലെ തന്നെ എങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വാലിഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കീ ലെവലായിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇനി കീ ലെവലായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇനി ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ ആവാം, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ ആവാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാകാം, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം. ഇവിടെ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 hourൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് എന്ത് ചെയ്തു, റിജക്ഷൻ നടത്തി. ഓക്കെ, മാർക്കറ്റ് എന്ത് നടത്തി, ഒരു റിജക്ഷൻ നടത്തി. അത് നമ്മൾ നേരെ ഒരു 50 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 50 മിനിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏതാ, ഒരു കീ ലെവലിലാണ്. ഓക്കെ, മാർക്കറ്റ് കീ ലെവലിലോട്ട് എങ്ങനെ വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ സൈഡ് മൊമെൻറ്റം നടത്തിക്കൊണ്ട് വന്നു. ഓക്കെ, എങ്ങനെ വന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബൈ സൈഡ് മൊമെൻറ്റം നടത്തിക്കൊണ്ട് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് ഒരു CISD ഫോം ആവുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഈ ഒരു സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് കയറി വന്ന് എവിടെ വന്നു, ആ ഒരു കീ ലെവലിൽ വന്നതിന് ശേഷം അങ്ങനെ വരുമ്പോൾ നമ്മളെന്താണ്, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ബൈ സൈഡ് മൊമെൻറ്റം നടന്ന ആ ഒരു ഏരിയ നമ്മൾ എന്തായിട്ട് എടുക്കും, ഒറിജിനായിട്ട് എടുക്കും. ഓക്കെ, ദെൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ആ ഒരു
ഒറിജിനൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റായി? ഒരു CIST ക്രിയേറ്റായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു കീ ലെവലിൽ മാർക്കറ്റ് റിജക്ഷൻ തന്നു, അത് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? ഒരു 50 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു CIST അവിടെ ക്രിയേറ്റ് ആയോ എന്ന് നോക്കുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ സ്വീപ്പിംഗ് എ ലിക്വിഡിറ്റി പൂൾ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ നോക്കുമ്പോൾ കാണാം, മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പൂളിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു സ്ട്രോങ് സെൽ സൈഡ് മൊമെൻറ്റത്തെ, അല്ലെങ്കിൽ ആ ഒരു സെൽ സൈഡിൻ്റെ ആ ഒരു ഒറിജിൻ പോയിൻറ്റിനെ മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷമോ എന്താ സംഭവിക്കുന്നത്? ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മളെ എൻട്രി എന്നുള്ളത് ഈ ഒരു ഒറിജിൻ പോയിൻറ്റിൽ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൂൾ നമ്മൾ പറഞ്ഞു. ഇനി തേർഡ് വൺ, വോളിയം ആൻഡ് കൺഫർമേഷൻ. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് എങ്ങോട്ട് വന്നു? ഒരു സെൽ സൈഡ് വന്നു. സെൽ സൈഡിലോട്ട് വന്നിട്ടോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എങ്ങനെ പോയി? സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ തന്ന് മൂവ് ചെയ്ത് എങ്ങോട്ടാണ്? ഈ ഒരു ഒറിജിൻ പോയിൻറ്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോയി. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഒറിജിൻ പോയിൻറ്റ്. ഓക്കെ, ഈ ഒരു ഒറിജിൻ പോയിൻറ്റിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. എങ്ങനെ? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെ ഒരു സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവിടെ അത്രയും ഹെവി വോളിയം മണി ഡംപായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ അവിടെ വോളിയം ഇൻക്രീസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു എക്സ്ട്രീം ബുള്ളിഷ് മൊമെൻറ്റമാണ്. എക്സ്ട്രീം ബുള്ളിഷ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ അവിടെ അത്രയേറെ വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റിംഗ് ഫോർ പുൾ ബാക്കാണ്. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കുന്നത്? മാർക്കറ്റ് ആ ഒരു ഒറിജിൻ പോയിൻറ്റിലോട്ട് ഇറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒറിജിൻ പോയിൻറ്റിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എൻട്രി എടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ കാണാം, ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഇവിടെ ഒരു CIST പാറ്റേൺ, ഓക്കെ, ആ ഒരു CISD ക്രിയേറ്റായി മാർക്കറ്റ് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽ സൈഡ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഒറിജിൻ പോയിൻറ്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ മാർക്കറ്റ് വന്നു റീടെസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു ഒറിജിൻ സപ്പോർട്ടിനെ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യുമ്പോൾ ആ ഒരു എൻട്രി, അതായത് എവിടുന്ന്? ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ആ ഒരു എൻട്രി കിട്ടും. ഇവിടെ നമുക്ക് എൻട്രി എടുത്താൽ മാർക്കറ്റ് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എന്താണ് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ്, ആ ഒരു പ്രോഫിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ട് നോക്കി കൊണ്ടുപോകും. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഫസ്റ്റിലത്തെ ഒരു സ്വിങ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചാർട്ടിലോട്ട് പോയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചാർട്ടിൽ പോയി നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിന്, ഓക്കെ, മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ തന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഇതൊരു റീടെസ്റ്റ് ലെവൽ ആകാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ തരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അതിന് പകരം മാർക്കറ്റ് ഈ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു CIST പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയാൽ, അതായത് ഈ ഒരു സെൽ സൈഡ് ഡെലിവറി ആണെന്ന ഈ ഒരു ഒറിജിൻ പോയിൻറ്റിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ, ഇതുപോലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ തന്ന്, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, അതായത് ഈ ഒരു ലിക്വിഡിറ്റി പൂള് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ, ഓക്കെ, ഈ ഒരു ഒറിജിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് ഇതിന് പിന്നീട് ഈ ഒരു ഒറിജിൻ പോയിൻറ്റിൽ വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാനാണ് മോർ ചാൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിനി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ്
ഈ ഒരു 4 ഹവറിൽ മാർക്കറ്റ് റിജക്ഷൻ തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. നമുക്കത് ജസ്റ്റ് ഒരു 4 ഹവർ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കീ ലെവൽ, ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു റിജക്ഷൻ തന്നേക്കുന്നതാണ്. അങ്ങനെ മാർക്കറ്റ് 4 ഹവറിൽ ഈ ഒരു റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോകാനാണ് ചാൻസ്. അത് നമ്മൾ 50 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഒരു എന്താണ് കിട്ടിയ ഒരു CISD പാറ്റേൺ കിട്ടി. ഓക്കെ, ഒരു CISD പാറ്റേൺ കിട്ടി. അതുപോലെ തന്നെ നമുക്കതൊരു 50 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എൻട്രി എടുക്കാം. അതായത് ഇതാണ് ആ ഒരു റിജക്ഷൻ പോയിൻ്റ്. ഓക്കെ, ഇതാണ് ആ ഒരു റിജക്ഷൻ പോയിൻ്റ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഒറിജിൻ പോയിൻ്റിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അതാ നിങ്ങൾക്ക് നോക്കുകയാണ് ഇവിടെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തേക്കുന്നതും നെക്സ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ബൈ സൈഡ് ഡെലിവറി നടത്തിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട കാര്യം മാർക്കറ്റ് നമ്മൾ എത്രത്തോളം മാർക്കറ്റിൻ്റെ ആ ഒരു നമ്മൾ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്താലും ചില ടൈമുകളിൽ മാർക്കറ്റിൻ്റെ അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതാണ് ഞാൻ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു AUD/USD. ഓക്കെ, AUD/USDയുടെ ഒരു ചാർട്ടിൽ 50 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്ലിയർ ഡിമാൻഡ് ഏരിയ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒരു ഡിമാൻഡ് സോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു CISD പാറ്റേൺ ക്രിയേറ്റ് ആവണമെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് സോൺ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തേക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ തന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മാർക്കറ്റിൽ ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണോ? ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ക്ലിയറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയതാണോ എന്ന് നമുക്ക് ഈ നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ ഒരു CISD പാറ്റേണും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയ പിന്നെ ഇവിടെ ഒരു കാര്യം, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പുണ്ട്, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ IFVGയും FVG എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകുമല്ലോ. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഒറിജിൻ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇവിടെ അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയ നമുക്ക് ഇവിടെ ഒരു ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊരു ടാർഗറ്റ് ഈ ഒരു സ്വിങ്ങിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ ആ സ്വിങ്ങിന് തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് പോയേക്കുന്നത്, ഒരു പമ്പ് ചെയ്ത് മാർക്കറ്റ് പോയേക്കുന്നത് നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എൻട്രി നോക്കേണ്ടത്. അപ്പം മിക്കുള്ള ആൾക്കാർക്കൊരു സംശയം വരുന്ന കാര്യം ഈ ഒരു CISD, അതായത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയും അതുപോലെ തന്നെ നമ്മളെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഒന്നാണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ലോവർ ഹൈ ലോവർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയ മാർക്കറ്റ് ആ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു ലോവർ ലോയും ലോവർ ഹൈ ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ബ്രേക്ക് ആയിരിക്കുന്നത് എന്ന് നിങ്ങളത് ക്ലിയർ ആയിട്ട് നോക്കണം. എന്താണ് ബ്രേക്ക് ആയിരിക്കുന്നത്? ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽ സൈഡ് ക്യാൻഡിലിനെയാണ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തേക്കുന്നത്. അത് എങ്ങനെ? ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം രണ്ടാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ആ ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്തു, ഇവിടെ മാർക്കറ്റ് ആ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ചാർട്ടിൽ, ഓക്കെ, ചാർട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നത് ക്ലിയർ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു CISD പാറ്റേണും അതുപോലെ തന്നെ എങ്ങനൊരു CISD ക്രിയേറ്റ് ആവും എന്നുള്ള കാര്യവും അതുപോലെ തന്നെ CISD ഉപയോഗിച്ച് എങ്ങനെ ഒരു എൻട്രി നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം എന്നുള്ള കാര്യവും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു കീ ലെവൽ, അതുപോലെ തന്നെ ആ ഒരു റിജക്ഷനും കാര്യങ്ങളും, ആ ഒരു ഏതൊക്കെ ടൈം ഫ്രെയിം യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ലിക്വിഡിറ്റി പൂളിൻ്റെ കാര്യം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു CISD യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു ആ ഒരു ഒറിജിൻ സപ്പോർട്ട് ബേസ് ചെയ്തുകൊണ്ട് നല്ലൊരു എൻട്രി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനപ്പുറം നിങ്ങൾക്ക് കുറേയധികം സ്റ്റോപ്പ് ലോസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. ഓക്കെ,
അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. യൂസ്ഫുള്ളായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.